ഹലോ ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ അല്ല, പകരം നമ്മളെ പ്രൊജക്റ്റിൽ കൊണ്ടുവരേണ്ട കുറച്ച് ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റിയാക്ട് നേറ്റീവ് പ്രൊജക്റ്റിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകും. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ഇനി പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇനി മുതൽ നമ്മൾ ഇത്ര നാളെ ആൻഡ്രോയിഡിൽ മാത്രം ബിൽഡ് എടുത്തിരുന്നല്ലേ ഉള്ളൂ, ഇനി നമുക്കത് iOS-ലും ബിൽഡ് എടുക്കാം. പിന്നെ അതുപോലെ ഡെവലപ്മെൻറ്റ് ഇനി കംപ്ലീറ്റ്ലി macOS-ലായിരിക്കും ചെയ്യേണ്ടാവുക. macOS-ലാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്കോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് iOS-ലും ബിൽഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് macOS-ലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ്രോയിഡ് വിൻഡോസിൽ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയിരുന്നില്ല, ആൻഡ്രോയിഡിൽ മാത്രം ബില്ല് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതൊരു ചേഞ്ച്. പിന്നെ നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിനെ മൊത്തം എക്സ്പോ പ്രൊജക്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും. റീസെൻ്റ്ലി എക്സ്പോ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഒരു ഭയങ്കര പോപ്പുലറായി വരുന്നുണ്ട്. അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എക്സ്പോയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഫാസ്റ്ററാക്കും, നമ്മളെ ഡെവലപ്പേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു മാനേജ്ഡ് വർക്ക് ഫ്ലോ തന്നെയാണ് എക്സ്പോ പ്രൊജക്റ്റിനെ പറയാം. റിയാക്ട് നേറ്റീവ് CLI വെച്ചിട്ട് ചെയ്യുന്നത് ബയർ വർക്ക് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ എക്സ്പോ മാനേജ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഈ പ്രൊജക്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ഗ്രേഡിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ നമ്മുടെ package.jsonൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേർഷൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റിയാക്റ്റിൻ്റെ വേർഷൻ 17.2, റിയാക്ട് നേറ്റീവിൻ്റെ വേർഷൻ 0.65.1, അതുപോലെ ഒരുവിധം എല്ലാ ലൈബ്രറീസിൻ്റെ വേർഷൻ. ഈ വേർഷനാണ് നമ്മളെ തുടക്കത്തിൽ നമ്മളെ ഇനീഷ്യൽ കമ്മിറ്റ് വന്നിട്ടുള്ളത് 2021. ഇനീഷ്യൽ കമ്മിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ 2021 സെപ്റ്റംബറിലാണ് നമ്മളെ ഫസ്റ്റ് കമ്മിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെപ്പോസിറ്ററിയിലെ പ്രൊജക്റ്റ് ആ സമയത്ത് ഉള്ളതാണ്. അതിനുശേഷം റിയാക്ട് നേറ്റീവ് CLI വെച്ചിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടാവും, പുതിയ പ്രൊജക്റ്റ് ആയിട്ടുണ്ടാവും, വേർഷൻസിൽ മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ റെപ്പോസിറ്ററിയിൽ കാണുന്ന റിയാക്ട് നേറ്റീവ് പ്രൊജക്റ്റ് ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്കിപ്പോൾ റിയാക്ട് നേറ്റീവിൻ്റെ കറൻറ്റ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിയാക്ട് നേറ്റീവിൻ്റെ റെപ്പോസിറ്ററിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിലീസസിൽ കണ്ടില്ലേ, കറൻറ്റ് വേർഷൻ 0.72.4, അതാണ് അവരുടെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുള്ളത്. അതുപോലെ റിയാക്റ്റിൻ്റെ വേർഷൻ നോക്കിയാലും ലേറ്റസ്റ്റ് വേർഷൻ 18.2, അതാണ് റിയാക്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വരുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. വേർഷൻസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊരു കാര്യം. വേർഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ കോഡിങ്ങിലും ചില സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചേഞ്ചുകൾ വരാൻ, വേർഷൻ മാറുമ്പോൾ റിയാക്ട് നേറ്റീവിൻ്റെ കോഡിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് എക്സ്പോയിലായിരിക്കും നമ്മൾ ഇനി മുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ പോകണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനി വേണ്ടത് എക്സ്പോ പ്രൊജക്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യണം. അപ്പോൾ എക്സ്പോൻ്റെ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എക്സ്പോനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പോൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ പറയണത് അതൊരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്കാണ്. ആൻഡ്രോയിഡിലും iOS-ലും ഈവൻ വെബിലും നമുക്ക് റിയാക്ട് നേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ, ഈസി ആയിട്ട് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനും അതിനെ സ്കെയിൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. എക്സ്പോ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊജക്ട് സ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്ത് തരും. ആ പ്രൊജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ എക്സ്പോ നമുക്ക് കുറച്ച് ഒരു ബഞ്ച് ഓഫ് ടൂൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട. ഒന്ന് അവരുടെ എക്സ്പോ SDK, ആ SDKയുടെ അകത്ത് ഒരുപാട് ടൂളുകൾ അല്ലെങ്കിൽ ലൈബ്രറീസ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ SDKയിലുള്ള ലൈബ്രറീസാണ് ഈ കാണുന്നത്. ആക്സിലറോമീറ്റർ, അതുപോലെ അസിങ് സ്റ്റോറേജ്, ഓഡിയോ, ബാർകോഡ് സ്കാനർ, ബാറ്ററി, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ലൈബ്രറീസ് അവർക്കുണ്ട്. ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ലൈബ്രറീസാണ്. അതുകൂടാണ്ട് പിന്നെ എക്സ്പോന് അവരുടെ EAS എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പോ ആപ്ലിക്കേഷൻ സർവീസസ്, അതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടൂളാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷൻസ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ബിൽഡ് ചെയ്യാനും ഈവൻ നമുക്ക് ആപ്പ് സ്റ്റോറിലേക്കും പ്ലേ സ്റ്റോറിലേക്കൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യണ ഒരു ക്ലൗഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് EAS എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അവരുടെ ഒരു എക്സ്പോ CLI ഉണ്ട്, ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ബിൽഡ് എടുക്കാനും സബ്മിറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ CLI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ഈ റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈസി ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഫ്രെയിം വർക്കാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത്. ഈ എക്സ്പോനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ തൽക്കാലം
നമ്മളുടെ എക്സ്പോ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു എക്സ്പോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മിനിമം വേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NodeJS വേണം, പിന്നെ വാച്ച്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് വേണം. അത് മെയിൻലി മാക്കിന് മാത്രം ആവശ്യമുള്ളൂ, വിൻഡോസിന് നിർബന്ധമില്ല. പിന്നെ ഒരു ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം സോഴ്സ് കൺട്രോളിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഈ എക്സ്പോ CLI ആണ്. ഈ CLI യൂസ് ചെയ്യാനായിട്ട് NodeJS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ npx കമാൻഡ് വെച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോ CLI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ npx ക്രിയേറ്റ് എക്സ്പോ ആപ്പ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് എക്സ്പോ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്ലീൻ ഡയറക്ടറി എടുത്തു. ഞാനവിടെ നമ്മുടെ npx ക്രിയേറ്റ് എക്സ്പോ ആപ്പ് ക്രിയേറ്റ് -expo -app ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ഫുഡ് ഡെലിവറി ആപ്പ് തന്നെ കൊടുക്കണം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സ്പോ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ അതിനായിട്ട് ഈ ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഡയറക്ടറി കയറി ഞാനവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ആദ്യം തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് npx expo run :ios ഇതാണ് iOSൻ്റെ റൺ ചെയ്യാനുള്ള കമാൻഡ്. ഞാനിപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അവരൊരു ബണ്ടിൽ ഐഡൻറ്റിഫയർ ചോദിക്കും. ബണ്ടിൽ ഐഡൻറ്റിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളെ ആൻഡ്രോയിഡിൽ ആപ്ലിക്കേഷൻ ID കൊടുക്കുന്ന പോലെ iOSൽ ബണ്ടിൽ ഐഡൻറ്റിഫയർ എന്നാണ് പറയുക. കോം ഡോട്ട് ഒരു ഓർഗനൈസേഷൻ്റെ പേര്, കമ്പനിയുടെ പേര്, ഡോട്ട് ആപ്ലിക്കേഷൻ്റെ പേര്, അങ്ങനെയാണത് സാധാരണ വരാറ്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം കോം ഡോട്ട് അമീൻ ഫാറൂഖ് ഡോട്ട് ഫുഡ് ഡെലിവറി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റ് ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എമുലേറ്ററിൽ അല്ലെങ്കിൽ സിമുലേറ്റർ iOSൻ്റെ സിമുലേറ്ററിൽ എങ്ങനെയാണ് കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മളെ iOSൻ്റെ സിമുലേറ്ററിൽ റൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും iOSൻ്റെ 16.4 വേർഷനാണ് യൂസ് ചെയ്തേക്കണം. അതുപോലെ iPhone 14 Proയിലാണ് ഞാനിത് റൺ ചെയ്തേക്കണം. ഇതിൽ ഞാൻ മിസ്സായി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സ്പോൻ്റെ കമാൻഡ് യൂസ് ചെയ്തേക്കുന്നത് ഒരു പ്രീ ബിൽഡ് കമാൻഡ് എന്നുള്ളൊരു കമാൻഡാണ്. എക്സ്പോൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പ്രീ ബിൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എക്സ്പോ ആപ്ലിക്കേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് എക്സ്പോ ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൻ്റെ അകത്തായിരിക്കും നമ്മൾ റൺ ചെയ്യാറ്. നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, എക്സ്കോഡ് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രീ ബിൽഡ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേറ്റീവ് കോഡുകൾ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് തരും. അതായത് iOSും ആൻഡ്രോയിഡും പറഞ്ഞിട്ടുള്ള ഫോൾഡേഴ്സ് ജനറേറ്റ് ചെയ്ത് ഒരു നേറ്റീവ് കോഡ് അതിലുണ്ടാവും. പിന്നെ എക്സ്പോ ഗോ പോലത്തെ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ആപ്പ്, ഒരു നേറ്റീവ് ആപ്പ് തന്നെ നമ്മളുടെ സിമുലേറ്ററിൽ റണ്ണായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ റൺ ചെയ്തിട്ടുള്ള ഒരു എക്സ്പോ ഗോ ആപ്പല്ല, പകരം ഒരു നമ്മളുടെ ആപ്ലിക്കേഷൻ, ഈ ഫുഡ് ഡെലിവറി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ പ്രീ ബിൽഡ് കമാൻഡ് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ യൂസ് ചെയ്തേക്കണം. അപ്പോൾ പ്രീ ബിൽഡ് കമാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്കോഡും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും അതെല്ലാം വേണം നമുക്ക് ബിൽഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രീ ബിൽഡിൻ്റെ കാര്യങ്ങളും അതുപോലെ എക്സ്പോൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാനിതിൽ മിസ്സായിട്ടുള്ളൊരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാനിതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ്കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊക്കോ പോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, പിന്നെ റൂബി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് റിയാക്ട് നേറ്റീവിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എൻവയൺമെൻറ്റ് സെറ്റപ്പിൽ iOSൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എക്സ്പോ iOSൽ റൺ ചെയ്ത പോലെ ആൻഡ്രോയിഡിലൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതേപോലെ തന്നെ iOS റൺ ചെയ്ത പോലെ ഈ കമാൻഡിൽ ഞാൻ ആൻഡ്രോയിഡ് എന്ന് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിലും അതേ പാക്കേജ് നെയിം, iOSലെ ബണ്ടിൽ ഐഡൻറ്റിഫയർ ചോദിച്ച പോലെ ആൻഡ്രോയിഡിലെ പാക്കേജ് നെയിം, അപ്പോൾ ഞാൻ ഈ സെയിം നെയിം തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും സൈഡിൽ iOSയുടെ ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ iOSൻ്റെ ബിൽഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതുപോലെ ആൻഡ്രോയിഡിൻ്റെ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തപ്പോൾ ക്രിയേറ്റ് ആയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേറ്റീവ് മൊഡ്യൂളുകളും എക്സ്പോ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ ബിൽഡ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ആണത് നമുക്ക് ചെയ്തു തരണം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ്രോയിഡിലും ഇതിപ്പോൾ റൺ ആയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ Pixel 5 എന്നുള്ള ഡിവൈസിലാണ് ഞാനിത് റൺ ചെയ്തേക്കുന്നത്, ആൻഡ്രോയിഡ് API 33 വേർഷനിൽ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എക്സ്പോ ആപ്ലിക്കേഷൻ പ്രീ ബിൽഡ് കമാൻഡ് വെച്ചിട്ട് 2 ഡിവൈസിൽ നമ്മൾ ഇത് റൺ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ പഴയ പ്രൊജക്റ്റിനെ ഈ എക്സ്പോൻ്റെ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, പിന്നെ എക്സ്പോയിൽ നമുക്ക് പഴയ പ്രൊജക്റ്റിലുണ്ടായ ഡിപ്പെൻഡൻസീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റിലെ ഈ കാണുന്ന ഡിപ്പെൻഡൻസീസുകളെല്ലാം ഞാൻ ഒരൊറ്റ കമാൻഡാക്കി നമുക്കത് എക്സ്പോൻ്റെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ എക്സ്പോൻ്റെ പ്രൊജക്റ്റിൽ നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ഡിപ്പെൻഡൻസീസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ npx expo install എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ട് ഓരോന്നിനെയും നമുക്ക് ഒറ്റ കമാൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മളുടെ SRC എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറും അതുപോലെ app.js നമ്മളുടെ ഈ പഴയ പ്രൊജക്റ്റ്, നമ്മുടെ ഇപ്പോൾ ഉള്ള കറൻറ്റ് പ്രൊജക്റ്റിൽ നിന്ന് ഈ എക്സ്പോ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ SRC എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്ത് അതുപോലെ നമ്മളുടെ പഴയ app.js ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ പ്രൊജക്റ്റിലെ package.json നമ്മൾ ബാക്കെൻഡ് URL കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാക്കെൻഡ് URL ഞാനിനി ഇവിടെ കൊടുക്കാതെ അത് നമുക്ക് നേരെ ഒന്നില്ല നമുക്ക് ഈ env എൻവയൺമെൻറ്റ് വേരിയബിൾസ് വെക്കാനായിട്ട് നമുക്കൊരു env ഫയൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് app.json വെക്കാം. എക്സ്പോയിൽ വരുമ്പോൾ എൻവയൺമെൻറ്റ് വേരിയബിൾസ് വെക്കാനായിട്ട് ഒരു പ്രത്യേക ഫയലുകളും ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ തൽക്കാലം ഞാൻ നമ്മളുടെ ഈ SRCയിലെ കോൺസ്റ്റൻസിൽ API കോൺസ്റ്റൻസിൽ ഇവിടെ ഞാൻ ഡയറക്റ്റ് ആ URL കൊടുക്കാൻ പോകണം. SRC കോൺസ്റ്റൻസ് API കോൺസ്റ്റൻസിൽ ഞാൻ തൽക്കാലം ഇത് കളഞ്ഞിട്ട് ഞാനിവിടെ ഓക്കെ, ഞാൻ IP അഡ്രസ്സ് വെച്ചിട്ടാണ് URL കൊടുത്തേക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ ബാക്കെൻഡ് ആപ്ലിക്കേഷനും റൺ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ബാക്കെൻഡ് ഇവിടെ റൺ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ നമ്മൾ ആപ്ലിക്കേഷൻ iOSും ആൻഡ്രോയിഡും സെപ്പറേറ്റ് റൺ ചെയ്യുക. കാരണം ചിലപ്പോൾ ബിൽഡിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്നും കൂടെ iOS റൺ ചെയ്യണം. ഓക്കെ, നമ്മളെ iOSിലപ്പോൾ ഇത് നമ്മളെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും സെയിം ബിൽഡ് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിലും iOSിലും ഇപ്പോൾ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആപ്ലിക്കേഷൻ റണ്ണിങ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ടിലും ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. iOSിൽ നമ്മൾ ഇതുവരെ റൺ ചെയ്ത് നോക്കാത്തതിൻ്റെ പേരിൽ അവിടെ ഇവിടെ ഒക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്റ്റാറ്റസ് ബാർ കുറച്ച് കയറി നിൽക്കണ പോലെ അങ്ങനെ. അപ്പോൾ നമുക്ക് iOS നമുക്ക് ആ ചേഞ്ചസ് ഇനി വരും വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ചെറിയ വാണിങ്ങുകളും ഇവിടെ നമുക്ക് കൺസോളിൽ കാണാൻ പറ്റും, മെട്രോ ബണ്ട്ലറിൽ കാണാൻ പറ്റും. നമുക്ക് അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇനി മുതൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോവുക. എക്സ്പോ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ആൻഡ്രോയിഡിലും iOSിലും ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കും. വേർഷൻസുകളെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്പോൾ ആ പുതിയ വേർഷനുകളിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാനുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾ വിൻഡോസ് യൂസർ ആണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് നിങ്ങൾക്കും ചെയ്യാനുള്ളത്. അതിൽ iOSിൻ്റെ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ആൻഡ്രോയിഡിൽ ബിൽഡ് എടുക്കാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുക. iOSിൻ്റെ ഈവൻ ഇപ്പോൾ iOSിൻ്റെ കമാൻഡ് അടിച്ചാലും അത് എററായി നിൽക്കുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ 2 പ്ലാറ്റ്ഫോമിലായാലും നമുക്ക് ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്താലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 2 പ്രൊജക്റ്റിൻ്റെയും നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളുടെ ഇപ്പോഴത്തെ എക്സ്പോ പ്രൊജക്റ്റും റൈറ്റ് സൈഡിലുള്ള നമ്മളുടെ പഴയ പ്രൊജക്റ്റും ഇതിൻ്റെ ഡിപ്പെൻഡൻസീസ് നിങ്ങൾ വേർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. സിങ്ക് സ്റ്റോറേജ് 1.18 അതിൽ ഓരോ നോക്കിയാലും ഇപ്പോൾ റിയാക്ട് നേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് 7.2.4 ആയിട്ടുണ്ട്. പക്ഷെ മുമ്പ് നമ്മളുടെ 6.5.1 ആയിരുന്നു. അതുപോലെ റിയാക്റ്റിൻ്റെ വേർഷൻ എല്ലാ വേർഷൻസും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു അപ്ഗ്രേഡിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം. അപ്പോൾ ഈ ഒരു എക്സ്പോ മൈഗ്രേഷനെ കുറിച്ചോ
അല്ലെങ്കിൽ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ ക്വറീസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമാൻഡിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും വഴി അറിയിക്കണം. വാട്സപ്പിലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എക്സ്പോ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ മുതൽ നോക്കാം.